കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഈ ഇന്ധനത്തിന് വില കൂട്ടാൻ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞപ്പം വില കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും 8 രൂപ വരെ ഇനി ഇൻസ്റ്റാൾമെൻ്റായിട്ട് വില കൂട്ടും എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി തത്സമയം ചേരുകയാണ്. അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. പറയൂ അർജുൻ, ശരിക്കും ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേ നമ്മളിത് പ്രതീക്ഷിച്ചു, പക്ഷേ ഇത് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഉള്ള ഇരുട്ടടിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN, ഗുഡ് മോർണിംഗ്. എണ്ണ കമ്പനികൾക്കുള്ള പ്രതിസന്ധി മറികടക്കാൻ ചുരുങ്ങിയത് 5 രൂപയെങ്കിലും വില വർധനവ് ഇന്ധന വിലയെ സംബന്ധിച്ച് ഉണ്ടാകണമെന്നുള്ളൊരു കാര്യമാണ് ഈ കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഒരു കൂടിയാലോചന നടത്തി, മന്ത്രിസഭാ യോഗം ചേർന്നു. അതിനപ്പുറത്തേക്ക് പെട്രോളിയം മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും RBIയുമായിട്ടും അടക്കമൊരു ചർച്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് 5 ദിവസത്തിനകം ഇപ്പോൾ 4 രൂപയുടെ വില വർധനവ് പെട്രോളിലും ഡീസലിലും ലിറ്ററിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അടുത്ത കുറച്ച് ദിവസം കൂടി ഈ വില വർധനവ് തുടരും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ക്രമേണ പടിപടിയായി 8 രൂപയിലേക്ക് വർധനവ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാരും പെട്രോളിയം മന്ത്രാലയവും പോകുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിലൂടെ ആയിരിക്കും എണ്ണ കമ്പനികൾക്ക് നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധി, ഏറ്റവും പ്രധാനമായിട്ടും അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള വിലയിരുത്തലിലേക്ക് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. നേരത്തെ തന്നെ ഏത് തരത്തിലായിരിക്കും വില വർധനവ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കാതെ പടിപടിയായി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്ന കാര്യം നേരത്തെ തന്നെ ആലോചന ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യം 3 രൂപയും പിന്നീട് ഏകദേശം 86ഉം 96ഉം പൈസയൊക്കെ വർദ്ധിപ്പിച്ചത്. ഇതുപോലെ തന്നെ 1 രൂപയ്ക്ക് താഴെയുള്ള വർധനവ്, ചെറിയ വർധനവ് ഒന്നിൽ കൂടുതൽ തവണ നടത്തിക്കൊണ്ട് ഏകദേശം 8 രൂപയിലേക്ക് ഈ ഒരു വില വർധനവ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് കേന്ദ്രം പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാത്രമല്ല മറ്റ് ഇളവുകൾ, പ്രത്യേകിച്ചും ഈ എക്സൈസ് ഡ്യൂട്ടി നേരത്തെ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ആഘാതം പെട്രോൾ കമ്പനികൾക്ക് ഉണ്ടാകുന്നതിൽ നിന്നും കുറച്ചിരുന്നു. സമാനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റ് പ്രത്യേകിച്ച് ഇളവുകൾ പ്രഖ്യാപിക്കേണ്ട എന്ന നിലപാടിലേക്കും കേന്ദ്രം എത്തിയിരിക്കുന്നു. അതിന് കാരണം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന വരവിലും വലിയ തോതിൽ ഇടിവ് സംഭവിക്കും അങ്ങനെ എന്തെങ്കിലും ഇളവ് പ്രഖ്യാപിച്ചാൽ. അതുകൊണ്ട് തന്നെ വില വർധനവ് എന്നുള്ള കാര്യത്തിലേക്ക് തൽക്കാലം പോകാം, മറ്റ് ഇളവുകൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടി കേന്ദ്രം എത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നിലവിൽ പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.